ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ മണിക്കൂറിൽ മനുഷ്യൻ്റെ അറിവ് പരിണാമത്തിന് വിധേയമാണ് എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുക. മനുഷ്യൻ്റെ അറിവ് പരിണാമത്തിന് വിധേയമാണ് എന്ന് പറഞ്ഞാൽ ഭൂമി പരന്നതാണ് എന്ന് പുരാതന കാലത്തെ മനുഷ്യൻ ധരിച്ചു വച്ചിരുന്നു. പിന്നീട് കുറെ കൂടെ ശരിയായ മറ്റൊരു അറിവിലേക്ക് മനുഷ്യൻ ഉയർന്നു. ഭൂമി ആകാശഗോളങ്ങളിലൊന്നാണെന്നും സൂര്യൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നും അതിനാൽ രാപകലുകൾ ഉണ്ടാകുന്നു എന്നും മനുഷ്യൻ ധരിച്ചു വയ്ക്കാൻ തുടങ്ങി. നമുക്കറിയാമല്ലോ, അത് ഭാഗികമായ സത്യം മാത്രമേ ആകുന്നുള്ളൂ എന്ന് പിന്നീട് തിരിച്ചറിയപ്പെട്ടു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നും ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരു ഗോളമാണ് എന്നും പിന്നീടാണ് മനുഷ്യന് അറിവ് കിട്ടിയത്. അതുപോലെ തന്നെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ എന്നതുപോലെ കറങ്ങിത്തിരിയുന്നത് കൊണ്ടാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് എന്ന് ഇന്ന് നാം മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ നൂറ്റാണ്ടുകളിലൂടെയാണ് ഈ അറിവിൽ മനുഷ്യൻ എത്തിച്ചേർന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്ന് നമുക്കുള്ള അറിവ് നൂറ്റാണ്ടുകളിലൂടെ അല്പാൽപമായും ക്രമപ്രബുദ്ധമായും പടിപടിയായും ലഭിച്ചതിൻ്റെ ആകെത്തുകയാണ്. ഇതുപോലെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യന് ക്രമാനുഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആദി മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്നും അകന്ന് മരങ്ങൾക്കിടയിൽ പോയി ഒളിച്ചത്? ഭയന്നിട്ട്, അപകർഷത കൊണ്ട് എന്നൊക്കെയാണ് നമ്മുടെ മറുപടി. എന്നാൽ യേശു അവതരിപ്പിച്ച അറിവ് പശ്ചാത്തപിച്ചു വരുന്നവനെ ധൂർത്തപുത്രന്റെ പിതാവ് ചെയ്തതുപോലെ ആലിംഗനം ചെയ്ത് സ്വന്തമാക്കുന്ന കരുണാമയനാണ് ദൈവം എന്ന അറിവ് ആദത്തിനും ഹവ്വയ്ക്കും ലഭിച്ചിരുന്നു എങ്കിൽ അവർ ദൈവ തിരുസന്നിധിയിൽ നിന്നും ഓടി ഒളിക്കുമായിരുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത്, ദൈവത്തിൻ്റെ അപാരമായ കരുണയെക്കുറിച്ച് അറിയാതെ പോയതാണ് ദൈവത്തിങ്കലേക്ക് പിന്തിരിയാൻ കഴിയാതെ പോയതിൻ്റെ രഹസ്യം എന്ന് വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ആദി മാതാപിതാക്കളായ ആദത്തിനും ഹവ്വയ്ക്കും ദൈവം കരുണാമയനാണ്, തിരിച്ചു ചെന്നാൽ സ്വീകരിക്കും എന്ന അറിവില്ലായിരുന്നു. ഈ അറിവ് ഇല്ലാതെ വന്നതുകൊണ്ടാണ് മനുഷ്യൻ മരങ്ങൾക്കിടയിലേക്ക് ഓടിപ്പോയതും മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നതും എന്നതാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. തൻ്റെ നന്മയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ അത് അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യില്ല എന്നറിയാവുന്ന ദൈവം നൂറ്റാണ്ടുകളിലൂടെയുള്ള വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമാണ് തൻ്റെ നന്മയെ വെളിപ്പെടുത്തിയത്. എന്നാൽ പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും രീതികളിലും ഇടപെട്ട ദൈവം തൻ്റെ മനുഷ്യാവതാരം വഴി ദൈവ ആവിഷ്കാരം പൂർത്തിയാക്കി. ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ: അക്കാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും തന്നെ വെളിപ്പെടുത്തിയെങ്കിൽ ഇക്കാലങ്ങളിൽ ദൈവം സ്വന്തം പുത്രനായ യേശു കർത്താവിലൂടെ തന്നെ വെളിപ്പെടുത്തി തന്നു എന്നതാണ് സുവിശേഷം. ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്വത്തിൻ്റെ പൂർണ്ണത
നമുക്ക് മുമ്പിൽ മൂർത്തമായി നിലകൊള്ളുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, തിന്മ ചെയ്യുന്നവരെ നശിപ്പിക്കുന്നവനാണ് ദൈവം എന്ന അറിവിൽ കഴിഞ്ഞവരോട് നന്മ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നവനുമാണ് താൻ എന്ന് അവിടുന്ന് പറഞ്ഞു. മനസ്സിലാക്കണം കേട്ടോ വ്യത്യാസം. തിന്മ ചെയ്യുന്നവനെ നശിപ്പിക്കുന്നവനാണ് ദൈവം എന്ന അറിവിലാണ് മനുഷ്യന് കഴിഞ്ഞത്. അപ്രകാരം ഒരു അറിവിൻ്റെ പൂർണ്ണതയില്ലാത്ത ഒരു തലത്തിൽ കഴിയുന്ന മനുഷ്യരോട് നന്മ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം എന്ന് യേശു ക്രിസ്തു പറഞ്ഞ് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുക, തിന്മ ചെയ്യുന്നവനെ നശിപ്പിക്കുന്നവനാണ് ദൈവം എന്നുള്ളത് പൂർണ്ണമായ അറിവല്ല. അത് അറിവിൻ്റെ ഒരു ഭാഗമാണ്, അറിവിൻ്റെ ഒരു പ്രക്രിയയിൽ സംഭവിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ബോധ്യമാണ്. ഈ ബോധ്യത്തിൽ മാത്രം, ഈ അപൂർണമായ അറിവിൽ മാത്രം നിലനിൽക്കേണ്ടവരല്ല മനുഷ്യൻ. മറിച്ച് ഞാനും നിങ്ങളുമൊക്കെ സത്യത്തിൻ്റെ പൂർണ്ണമായ അറിവിലേക്ക് വളരേണ്ടവരാണ്. സത്യത്തിൻ്റെ പൂർണ്ണമായ അറിവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നന്മ ചെയ്യുന്നവനെ രക്ഷിക്കുന്നവനാണ് ദൈവം എന്നുള്ള അറിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴിവിട്ട് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ നടന്നവർക്ക് തകർച്ചയും പരാജയവും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ അത് ദൈവശിക്ഷയാണ് എന്ന് കരുതിയവരോട് അവിടുന്ന് പറഞ്ഞു, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ തയ്യാറാണ് നീയെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുക. തന്നെ അനുസരിക്കുന്ന ഏവർക്കും, തൻ്റെ വഴിയെ നടക്കുന്ന ഏവർക്കും ഐശ്വര്യം നൽകുന്നവനാണ് താൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നന്മയെ ഭാഗികമായി വെളിപ്പെടുത്തുകയായിരുന്നു യേശു കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ചിതറിക്കപ്പെടും എന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അനുസരിക്കാൻ തയ്യാറാവുക ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് ദൈവകൽപ്പനകൾ. ദൈവകൽപ്പനകൾ അംഗീകരിക്കാനും അനുസരിക്കാനും പ്രാവർത്തികമാക്കാനും ജീവിക്കാനും ഞാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നേടിയവനാണ് എന്ന് വരും. മനസ്സിലാക്കുക, പ്രതികാരദാഹത്തോടെ തിന്മയ്ക്കെതിരെ തിന്മ കൊണ്ട് ആഞ്ഞടിച്ചവരോട് അവിടുന്ന് പറഞ്ഞു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പ്രതികാരം ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രതികാരം ദൈവത്തിൻ്റെതാണ്. പ്രതികാരം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അവകാശമോ അധികാരമോ ദൈവം പതിച്ച് തന്നിട്ടില്ല. പ്രതികാരം ദൈവത്തിൻ്റെതാണ്. ദൈവം നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യും എന്നാണ് വചനം നമ്മോട് പറയുക. ഇപ്രകാരം പ്രതികാരത്തിൽ നിന്ന് കിരാതനായ മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ ദൈവത്തിൻ്റെ ഈ അരുളപ്പാടിന് സാധിക്കുന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് പ്രതികാരം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിരിക്കാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നു. മാനുഷികമായ ബലഹീനതയാണ് പ്രതികാരം ചെയ്യുക. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ പ്രതികാരം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല എന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക, ആ ബോധ്യത്തിൽ ജീവിക്കുക എന്ന് ദൈവമായ കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ദൈവം പ്രതികാരം ചെയ്യുകയോ ശപിക്കുകയോ തകർക്കുകയോ നശിപ്പിക്കുകയോ ഇല്ലെന്ന് യേശു കർത്താവ് കുരിശിൽ തെളിയിക്കുന്നുണ്ട്. പ്രതികാരം എൻ്റേതാണ് എന്ന് പറയുന്ന ദൈവം പ്രതികാരം ചെയ്യുന്നത് ക്ഷമയിലൂടെയും കരുണയിലൂടെയും സ്നേഹത്തിൻ്റെ സമ്പന്നതയിലൂടെയുമാണ്. അതുകൊണ്ട് നിയമത്തെയും പ്രവാചകന്മാരെയും
പൂർത്തിയാക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിലൂടെ ലഭിച്ച ഭാഗികമായ അറിവിനെ നമുക്ക് പൂർണ്ണമാക്കി തന്നു. ദുഷ്ടനെ ശിക്ഷിക്കുന്ന, കോപിക്കുന്ന, അതുമല്ല എങ്കിൽ പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവമാണ് എന്നുള്ള പഴയ നിയമ അറിവിനെ പൂർണ്ണമായ ദൈവീക സത്യമായി വളർത്തിക്കൊണ്ടുവന്നത് പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ കമ്പാഷനേറ്റ് ലവ്, കരുണാമസൃണമായ സ്നേഹമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇപ്രകാരം ദൈവത്തിൻ്റെ അപാരമായ നന്മയെ കുരിശിൽ ആവിഷ്കരിച്ച് മനുഷ്യ മനസ്സിനെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് യേശു കർത്താവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അവിടെയാണ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുക. പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും തകർക്കുകയും പ്രതികാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവത്തിങ്കിലേക്ക് ഒരു പാപിയും ഒരു ദുഷ്ടനും ആകർഷിക്കപ്പെടുകയില്ല. ഭയന്ന് പാപപ്രവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം, അതൊരു സാധ്യതയാണ്. ഒരുപക്ഷെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ, കാർക്കശ്യക്കാരനായ ഒരു ദൈവത്തെ, പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തെ മുന്നിൽ കാണുന്ന ദുഷ്ടനായ മനുഷ്യൻ, പാപിയായ മനുഷ്യൻ ആ ദൈവത്തിലുള്ള ഭയം കൊണ്ട് ഒരുപക്ഷെ പിന്തിരിഞ്ഞു എന്ന് വന്നേക്കാം. ദൈവം ഭയപ്പെടേണ്ട ഒരുവനല്ല. അത് പഴയ ഉടമ്പടിയുടെ ധാർമ്മികത മാത്രമാണ്. പഴയ നിയമ ഉടമ്പടിയുടെ ഈ ധാർമ്മികമായ വളയത്തിൽ നിന്നുകൊണ്ടല്ല നാം ദൈവത്തെ ഇന്ന് കാണേണ്ടത് എന്ന് പൂർണ്ണമായ അറിവ് നമ്മെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി എന്ന് യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായത്തിൽ തന്നെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിയമം മോശ വഴി നൽകപ്പെട്ടു. തോറ, പഞ്ചഗ്രന്ഥി, നിയമഗ്രന്ഥങ്ങൾ മോശ വഴിയായി ദൈവത്തിൽ നിന്നും ഇസ്രയേൽ ജനങ്ങൾക്ക് ലഭിച്ചതാണ്. ഇത് അറിവിൻ്റെ ഒരു ഭാഗമാണ്. അറിവിൻ്റെ പരിണിത ഫലമായി ലഭിക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുക, ഈ നിയമം നൽകപ്പെട്ട മനുഷ്യനെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നവൻ, അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നവൻ യേശുക്രിസ്തുവാണ് എന്ന ബോധ്യമാണ്. ഈ അറിവാണ് സുവിശേഷം അഥവാ നമ്മുടെ ജീവിതത്തിലെ അറിവിൻ്റെ പൂർണ്ണത എന്നത്. അപ്പോൾ പശ്ചാത്തപിക്കാതെ പാപത്തിൽ കഴിയുന്നവരോട് ദൈവം പ്രതികാരം ചെയ്യുവോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അവരെ ദൈവം തകർച്ചയ്ക്ക് കൈവിട്ടു കൊടുക്കുവോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, പശ്ചാത്തപിക്കാതെ പാപത്തിൽ കഴിയുന്നവരോട് ദൈവം പ്രതികാരം ചെയ്യുവോ? പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങൾ നമുക്ക് നൽകുന്ന ഉത്തരം ദൈവം പ്രതികാരം ചെയ്യുകയോ തകർക്കുകയോ ഇല്ല എന്നാണ്. ദൈവത്തെ അവഗണിക്കുന്നതിൻ്റെ അനിവാര്യമായ പരിണിത ഫലമാണ് എല്ലാ തകർച്ചകളും. പാപം ചെയ്യുന്ന മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്നില്ല, മറിച്ച് പാപത്തിൻ്റെ പരിണിത ഫലമാണ് ശിക്ഷ. ദ കോൺസിക്വൻസ് ഓഫ് സിൻ എന്ന് വിളിക്കാം നമുക്ക് ശിക്ഷയെ. പണിഷ്മെന്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് സിൻ. ശാപം എന്നത് ദൈവം തരുന്ന ഒന്നല്ല. ദൈവം ആരെയും ശപിക്കുന്നില്ല. പക്ഷേ ശാപം എന്നത് മനുഷ്യൻ ചെയ്യുന്ന പാപപ്രവൃത്തിയുടെ പരിണിത ഫലമാണ്. ഞാനിപ്പോൾ സൂര്യന് കീഴെ നടക്കുകയാണെങ്കിൽ എൻ്റെ മുൻപിലോ എൻ്റെ പുറകിലോ എൻ്റെ കാൽച്ചുവട്ടിലോ എൻ്റെ നിഴല് ഉണ്ടായിരിക്കും. എൻ്റെ നിഴല് എൻ്റെ കൂടെയുള്ളതുപോലെ പാപത്തിൻ്റെ പരിണിത ഫലമായ പാപശാപം അഥവാ പാപത്തിൻ്റെ ശിക്ഷ പാപത്തിൻ്റെ കൂടെ ഉണ്ടാകും.
അത് ദൈവം ആരെയും ശിക്ഷിക്കുന്നത് കൊണ്ടല്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിരാശയും ഭയവും ദുഃഖവും ദുരിതവും സമാധാനക്കേടുമെല്ലാം ദൈവത്തെ അവഗണിക്കുന്നതിൻ്റെ ദുരന്ത ഫലങ്ങളാണ്. ബോധപൂർവം ഞാൻ എൻ്റെ ദൈവത്തെ അവഗണിക്കുമ്പോൾ എൻ്റെ ജീവിതം നിരാശയ്ക്ക് വഴിപ്പെടും. എൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകുന്നു, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ദുഃഖത്തിലാകുന്നു, എനിക്ക് സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെ പാപത്തിൻ്റെ പരിണിതഫലമാണ്. ദൈവത്തെ ഞാൻ കൈവിടുന്നത് കൊണ്ട് എനിക്ക് സംഭവിക്കുന്ന തകർച്ചയാണിത്. എന്നാൽ കൃപയിൽ വസിക്കുന്നവർക്കും രോഗവും അപകടവും ചതിക്കപ്പെട്ട അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിക്കൂടെ എന്നൊരുപക്ഷെ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുമായിരിക്കും. സത്യമല്ലേ? ദൈവത്തെ കൈവിടുന്നവന്, ദൈവത്തെ അവഗണിക്കുന്നവന് ഇപ്രകാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ഒക്കെ മനസ്സിലാക്കാം. എന്നാൽ കൃപയിൽ വസിക്കുന്നവർക്ക്, ദൈവത്തെ കൈവിടാതെ കൂടെ നടക്കുന്നവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നില്ലേ? അപകടങ്ങൾ ഉണ്ടാകുന്നില്ലേ? അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാ ഇവയൊക്കെ സംഭവിക്കുക? പ്രിയപ്പെട്ടവരെ, അവര് അതിൻ്റെ മേൽ ഉയർന്നു നിൽക്കും എന്ന് മനസ്സിലാക്കണം. നമ്മൾ രോഗത്തിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഒക്കെ ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും അവരെ നിരാശപ്പെടുത്തുന്നില്ല. ഈ വേദനയുടെ മുകളിൽ അവർ ഉയർന്നു നിൽക്കാൻ ദൈവം ഇടവരുത്തും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരെ ഈ വിഷയങ്ങളൊന്നും നിരാശപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയോ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. കുരിശിൽ ലോകത്തിൻ്റെ മേൽ വിജയം വരിച്ച യേശുവിനോട് അവർ യോജിച്ചു നിന്ന് ലോകത്തെ കീഴടക്കും, സാത്താൻ്റെ തല തകർക്കും. ഇതൊരു വലിയ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന എനിക്കും ദുഃഖങ്ങളുണ്ട്, എനിക്കും രോഗങ്ങൾ വരാറുണ്ട്, എനിക്കും തകർച്ചകളുണ്ട്, എനിക്കും നഷ്ടങ്ങളുണ്ട്, എനിക്കും കഷ്ടപ്പാടുകളുണ്ട്. എൻ്റെ സമാധാനം ചിലപ്പോഴെങ്കിലുമൊക്കെ ആടി ഉലയുന്നുണ്ട്. പക്ഷേ ഇവയൊക്കെ സംഭവിക്കുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഈശോയോട് ചേർന്നു നിൽക്കുമ്പോൾ അവയ്ക്കു മുകളിൽ ഉയർന്നു നിൽക്കാൻ ദൈവം എന്നെ അനുവദിക്കും. അതാണ് യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവരോടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവരോടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ആരാ? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. ദുഃഖം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, കഷ്ടപ്പാട് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, സമാധാനം ആടിയുലയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, പരാജയപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവരോടിയാലും ക്ഷീണിക്കുകയല്ല, നടന്നാൽ തളരുകയുമില്ല എന്നാ ദൈവത്തിൻ്റെ വചനം പറയുക. ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നീ അധ്വാനിക്കുന്നവനാണെങ്കിൽ, നീ ഭാരം വഹിക്കുന്നവനാണെങ്കിൽ, നിനക്ക് ദുഃഖങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവീക മേഖലയിലേക്ക് നമ്മെ വളർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിക്കുമ്പോൾ കുരിശ് മഹത്വത്തിൻ്റെ, വിജയത്തിൻ്റെ ലക്ഷണമായി തീരുന്നു. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തകർക്കുന്ന, വിജയം വരിക്കുന്ന അനുഭവമായി നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകൾ മാറുന്നു എന്ന് മനസ്സിലാക്കുക. ഏത് തകർച്ചയിലും രക്ഷിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. രക്ഷിക്കുന്ന പദ്ധതിയെ ദൈവത്തിനുള്ളൂ. ജെറമ്യാ പ്രവാചകൻ 11-ാം അധ്യായത്തിൻ്റെ
29 അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെ വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ. ജെറമിയ 29:11 മുതൽ വാക്യങ്ങൾ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതി അല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഒരു ഭാവി പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ പദ്ധതി. ഈ ദൈവികമായ പദ്ധതിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന, വളർത്തിക്കൊണ്ടുവരുന്ന ദൈവകൃപ മനസ്സിലാക്കി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്മയുടെ പദ്ധതിയേ ഉള്ളൂ എന്ന് വ്യക്തമാകും. ദൈവം രക്ഷിക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കണം എന്ന് യേശു കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പൂർണ്ണത കുരിശിലെ കാരുണ്യമാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പൂർണ്ണത എന്ന് പറയുക കുരിശിലെ കാരുണ്യമാണ്. കാരണം നാം ദൈവത്തെ പോലെ ആകേണ്ടവരാണ്. ദൈവം പ്രതികാരം ചെയ്യുന്നവനാണെന്ന് വന്നാൽ ദൈവത്തെ പോലെ ആകുന്നവർക്കും പ്രതികാരം ചെയ്യാം എന്ന് വരും. അത് ശരിയല്ലെന്നുള്ളത് നമുക്കറിയാലോ. ദൈവം പ്രതികാരം ചെയ്യുന്നവനാണെങ്കിൽ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്ന മനുഷ്യർക്കും പ്രതികാരം ചെയ്യാമെന്ന് വരും. പ്രിയപ്പെട്ടവരെ, പ്രതികാരം തെറ്റാണ്, മോശമാണ്, തിന്മയാണ്. ദൈവം പ്രതികാരം ചെയ്യുന്നവൻ അല്ല. അതുകൊണ്ട് ദൈവത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും പ്രതികാരം ചെയ്യാൻ അനുവാദം ഇല്ലാത്തവരാണ്. ഭൂമിയിൽ നിന്നുകൊണ്ട് നാം സൂര്യനെ നോക്കുമ്പോൾ ഉദിക്കുന്നതായും അസ്തമിക്കുന്നതായും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ സൂര്യൻ നോക്കുമ്പോൾ നമ്മെയും കൊണ്ട് ഭൂമി സൂര്യന് എതിരെ തിരിയുന്നതും വീണ്ടും സൂര്യന് അഭിമുഖമാകുന്നതും കാണുന്നു. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും മനുഷ്യൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ ഇതുപോലുള്ള ഒരു അന്തരമുണ്ട്. നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ നേരം വെളുത്തു വരുന്നു അഥവാ സൂര്യൻ ഉദിക്കുന്നു. വൈകുന്നേരമാകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയുന്ന സമയം നമ്മുടെ അറിവാണത്. പക്ഷെ നമുക്കറിയാം ഇത് സത്യമല്ല. കാര്യം സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് സൂര്യനിൽ നിന്നും നോക്കുമ്പോൾ നമ്മെയും കൊണ്ട് ഭൂമി കറങ്ങിത്തിരിയുന്നു എന്നതും, സൂര്യന് എതിരാകുമ്പോൾ അന്ധകാരവും സൂര്യന് അഭിമുഖമാകുമ്പോൾ പ്രകാശവും ലഭിക്കുന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇത് തന്നെയാണ് മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹമറിഞ്ഞ് ആ സ്നേഹത്തിലേക്ക് പിന്തിരിയുക എന്നതാണ് അർത്ഥം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹമറിഞ്ഞ് ആ സ്നേഹത്തിലേക്ക് പിന്തിരിയുന്നു എന്നാണ് അർത്ഥം. ദൈവം ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞാലോ ദൈവത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തവർക്ക്, ദൈവസ്നേഹത്തിലേക്ക് തിരിയാത്തവർക്ക് ആ അനന്ത സ്നേഹം അനുഭവിക്കാൻ സാധ്യമല്ല എന്നാണ് അർത്ഥം. ഇപ്രകാരം മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ ഭാഷയെ ഉപയോഗിക്കാനാകൂ. മനുഷ്യൻ്റെ വീക്ഷണകോണിൽ നിന്നേ അവനെ കാര്യം ധരിപ്പിക്കാനാകൂ. മനുഷ്യൻ്റെ മനസ്സറിഞ്ഞേ അവനെ സമീപിക്കാനാകൂ. ഇതിലൂടെയെല്ലാം ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ വസ്തുതകളെ നോക്കിക്കാണാൻ സാധിക്കും എന്നറിയാം. അപ്പോൾ മറ്റുള്ളവരെയും ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സത്യം ഗ്രഹിപ്പിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുന്നത് വരെ വിവിധ കാഴ്ചപ്പാടുകളിലും രൂപത്തിലും ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാക്കുക, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും
എല്ലാവരും എത്തിച്ചേരുന്നത് വരെ വിവിധ കാഴ്ചപ്പാടുകളിലും രൂപത്തിലും ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ ഈ ലോകത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആയതിനാൽ പൂർണ്ണമായ അറിവിലേക്കുള്ള വളർച്ച മനുഷ്യന് ആവശ്യമാണ്. പൂർണ്ണനായ ഗുരു കർത്താവായതുകൊണ്ട്, പൂർണ്ണമായ സത്യം ദൈവമായതുകൊണ്ട് ആ ദൈവത്തിങ്കിലേക്കുള്ള വളർച്ച എന്നെ പൂർണ്ണമായ അറിവുള്ളവനാക്കി തീർക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദൈവികമായ അറിവിലേക്ക് വളരാൻ ദൈവമായ കർത്താവ് വിശുദ്ധ ബൈബിളിൻ്റെ സഹായത്തോടെയും പരിശുദ്ധമായ കത്തോലിക്കാ തിരുസഭയുടെ അകമ്പടിയോടെയും നമ്മെ എല്ലാവരെയും പ്രാപ്തമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഈ പൂർണ്ണമായ അറിവിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.